ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാനിന്ന് ലോങ് വീഡിയോ ഇടാൻ കാരണം എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് പോകണം. പിന്നെ എനിക്ക് അവിടെ തന്നെ വീണ്ടും ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ മാമൻ്റെ കൊച്ചൊന്ന് സ്റ്റെപ്പൊന്ന് വീണായിരുന്നു. അപ്പോൾ ആ കൊച്ചിനെയും കൂടെ ഒന്ന് നോക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ മിക്ക വീഡിയോകളിലും ഇട്ടിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് അവിടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇക്ക പറഞ്ഞ് നമുക്ക് നിൻ്റെ മാമൻ്റെ കൊച്ചിനെ നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ബർത്ത്ഡേ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അത് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളത് അവിടെ എത്തി. ഇപ്പോൾ കൊച്ചിനെയൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇപ്പോൾ ആൾ നല്ല തീരെ വയ്യായിരുന്നു. സ്റ്റെപ്പൊക്കെ വീണതിൻ്റെ ഒരു ഇതൊക്കെ ആയിരുന്നു ആൾക്ക്. അപ്പോൾ മുഖമൊക്കെ നല്ല നീരായിരുന്നു. അപ്പോൾ മൂക്കിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു രീതിയിലൊക്കെ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എസൈറ്റിലാണ് മോനെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ പോയി കൊച്ചിനെയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ 6:30 മണിയായിരുന്നു. അപ്പോൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. കാരണം പിറ്റേന്ന് നമുക്ക് സ്കൂളും മദ്രസയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു, കാരണം 1 വീക്ക് അവർ സ്കൂളിൽ പോയില്ലായിരുന്നു സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ മോന് കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ 2 നോട്ട്സൊക്കെ മേടിച്ചിട്ട് തന്നായിരുന്നു. അപ്പോൾ അതവൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഫൈനലി ബർത്ത്ഡേ വീട്ടിലെത്തി. അപ്പോൾ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ കൊച്ച് ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഗിഫ്റ്റ് അവൻ്റെ കയ്യിൽ ഞാൻ കൈമാറി. ആളൊരു താങ്ക് യു ഒക്കെ പറഞ്ഞ്. പിന്നെ അവൾ ചെറിയൊരു രീതിയിൽ ഡെക്കറേഷൻസൊക്കെ ചെയ്തായിരുന്നു. സ്കൂളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം മോനും ബർത്ത്ഡേ ബോയ് സ്കൂളായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നല്ല താമസം. അപ്പം അവൾ താമസിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾ 2 കേക്കൊക്കെ മേടിച്ച്. അപ്പോൾ നമ്മൾ ആ ഡെക്കറേഷൻസൊക്കെ ഫൈനലി ഇതാണ് ഡെക്കറേഷൻസിൻ്റെ ലുക്ക്. അപ്പോൾ ഞാൻ പോയ ടൈമിൽ ആൾ ബർത്ത്ഡേക്ക് ഡ്രസ്സൊന്നും ഇട്ടില്ലായിരുന്നു. കേക്ക് ഇറക്കണ ടൈമിൽ ഇടാമെന്ന് വിചാരിച്ച് നിർത്തിയിരുന്നായിരുന്നു. അപ്പോൾ ആൾ ഒരുങ്ങി കുട്ടപ്പനായിട്ട് വന്നതാണ്. കേക്കൊക്കെ കട്ടിയാ റെഡിയായി നിൽപ്പുണ്ട്. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കേക്ക് കണ്ടപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ മുറിച്ച കൊച്ച് അവൻ്റെ ആദ്യപ്പം കൊടുത്ത അവൻ്റെ കൊച്ചിക്കാരാണ്. അപ്പോൾ കൊച്ചിക്കാർക്ക് കേക്കൊക്കെ കൈമാറി. അപ്പോൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ അടുത്ത ആൾ വന്നത് അവൻ്റെ വല്ലിക്കയാണ്. അപ്പോൾ വല്ലിക്കാരൻ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലിക്ക അനിയൻ്റെ വായിൽ കേക്ക് വെച്ചിട്ട്, പക്ഷെ അനിയന് മറന്നുപോയി വല്ലിക്കാരെ കൊടുക്കാൻ. പിന്നീട് വിളിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ വാപ്പിച്ച് അനിയത്തി അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അവൻ്റെ വലിയാപ്പിച്ച് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മോൻ്റെ ഗിഫ്റ്റൊക്കെ കാണാം. ഗിഫ്റ്റ് അധികം കിട്ടിയിട്ടില്ലായിരുന്നു. ആരും അവളെ വിളിച്ചിട്ടില്ലായിരുന്നു. ഇത് അവൻ്റെ വലിയപ്പിച്ച് കൊടുത്തൊരു കാറാണ്. ഇതവൻ്റെ കുഞ്ഞ് കൊടുത്ത 2 ചോക്ലേറ്റ്സ്. അപ്പോൾ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് നിങ്ങൾ കണ്ടില്ല. ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു. പക്ഷെ ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. അത് കൊടുത്ത ടൈമിൽ തന്നെ അത് അവൻ പൊട്ടിക്കുകയും ചെയ്തായിരുന്നു. 2 തോക്കായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു തോക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തോക്കൊക്കെ ആൾക്ക് അത് കണ്ട നല്ല സന്തോഷം. അത് പൊട്ടിക്കണമെന്നായിരുന്നു ആൾക്കതിൽ ഇൻട്രസ്റ്റ് മൊത്തം. അപ്പോൾ അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് ഒരു കണ്ണട, പിന്നെ ഒരു നമ്മൾ ഫിസിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ണട എടുക്കാൻ വേണ്ടിയുള്ള എപ്പോഴുമായിരുന്നു അതിൽ. പിന്നെ ആ ടൈമിൽ തന്നെ പൊട്ടിച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ട് കുറേ നേരം നടന്നായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് ലോങ് വീഡിയോസ്, ഒരുപാട് ലോങ് അല്ല, കുറച്ച് ലോങ് ആക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ലോങ്ങൊന്നും ആക്കിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നാളുമായി ഞാനിങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലുണ്ട്, അതും കൂടെ ഒന്ന് ഇനബൽ ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോസ് എല്ലാവരും മറക്കാതെ ഒന്ന് കാണുക. എൻ്റെ ലോങ് വീഡിയോസും നിങ്ങൾ കാണുക. കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. ഒരുപാട് നന്ദിയുണ്ട്.
വീണ്ടും ഇതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ അതാ നമ്മൾ ഫൈനലി വീടെത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബർത്ത്ഡേ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ പൊടിയാളുടെ ടീച്ചർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹോംവർക്കൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ മോനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചിട്ട് സ്കൂളിൽ വിടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിയാൾ പഠിക്കുന്നത് LKGയിലാണ്. അപ്പോൾ ആൾക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഹോംവർക്കല്ല, നമ്മൾ ഈ സ്ലാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഒക്കെയാണ് ആൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിപ്പിച്ചിട്ടുണ്ടേ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദിയിൽ കുറച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്രയും നേരത്തെ പോണത്. അപ്പോൾ ആൾക്ക് അങ്ങനെ എഴുതുന്നതിൽ അത്ര വലിയ താല്പര്യമില്ല. എന്നാലും നമ്മളൊന്ന് ശ്രമിച്ച് അവൻ്റെ കൂടെ നമ്മളും കൂടെ ഒന്ന് ഇതാക്കണം, അപ്പോഴേ അവൻ എഴുതത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി ദേഷ്യപ്പെടുമ്പോഴാണ് ആളിച്ചിരി എഴുതാറുള്ളതും. പക്ഷെ അവൻ്റെ വാപ്പ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ എഴുതാറുമില്ല. വാപ്പ വരുന്നവരെ ഇരിക്കും. കാരണം അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കിട്ടുന്നുള്ള വഴക്ക് കിട്ടില്ലല്ലോ. വാപ്പ വന്നാലും എഴുതുള്ളതാണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയാറ്. പക്ഷെ ഞാനങ്ങനെ വിട്ടു കൊടുക്കാറില്ല. ഞാൻ തന്നെയാണ് ഇരുത്തി പഠിപ്പിച്ച് ഇതാക്കുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണ വഴി ചെറിയൊരു ഇടവഴിയാണ്. അപ്പോൾ അവിടെ ഓട്ടോറിക്ഷ കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡിൽ നിർത്തിയിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ചെറിയൊരു ഇടവഴിയാണ്, കണ്ടല്ലേ ഗൈസ്. ഒരു ബൈക്ക് പോവും, പിന്നെ സൈക്കിളൊക്കെ അങ്ങനെ പോകുന്നതേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഈ ചെറിയ കൊടുക്കുകയാണെങ്കിൽ ബൈക്കിനൊക്കെ നല്ല സ്പീഡാണ് ഇവിടെ. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് എൻ്റെ സ്വരമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും മറക്കാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.